Welcome to BSc Thermodynamics Part 4. നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ കൂടുതൽ ഡെപ്തിലോട്ട് പോവുകയാണ്. ആദ്യം എന്താണ് ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്? ക്വാസി എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡാണ്. അത് ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് അല്ലെ ആസീഫ്. ഈ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ തെർമോഡൈനാമിക്സിൽ സാധാരണ ഗ്യാസസ് ആണ് ലോവർ തെർമോഡൈനാമിക്സിലൊക്കെ സിസ്റ്റമായിട്ട് എടുക്കുന്നത്. ഈ ഗ്യാസിൻ്റെ ലോസ് PV = RT എന്നൊക്കെ പറയുന്ന ലോയൊക്കെ അനുസരിക്കണമെങ്കിൽ ഇത് സ്ലോ പ്രോസസ്സായിരിക്കണം. പെട്ടെന്നൊരു ഗ്യാസ് ക്വിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഈ ടർബുലൻസൊക്കെ ഉണ്ടായിട്ട് ഗ്യാസിൻ്റെ ബിഹേവിയറിന് ചില വ്യത്യാസം വരും. ഈ കറക്റ്റായിട്ട് ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യത്തില്ല. അപ്പോൾ അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പോൾ നമ്മളൊരു ഗ്യാസിനെ സിസ്റ്റം, നമുക്ക് ഇപ്പോൾ ഗ്യാസ് സിസ്റ്റമായിട്ട് എടുക്കുന്നത്, ഒരു ഗ്യാസിനെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിന്നും ഫൈനൽ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുക. ഇനിഷ്യൽ സ്റ്റേജ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതിനൊരു ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു, മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മളൊരു പ്രോസസ്സ് നടത്തുക. അപ്പോൾ ഗ്യാസിൻ്റെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഓരോ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് ഓരോരോ സ്റ്റേജിലും അത് ഇക്വിലിബ്രിയത്തിന് വളരെ അടുത്ത ആയിരിക്കണം, ഇൻഫിനിറ്റസിമലി ക്ലോസ്. അങ്ങനെ ഇത് ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവാതെ സ്റ്റേറ്റ് കുറേശ്ശെ മാറ്റിക്കൊണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക. അങ്ങനെ എത്തിക്കുമ്പോഴേ നമുക്ക് ഈ ഗ്യാസ് ലോസും ഇക്വേഷൻസും ഒക്കെ ശരിക്കും അപ്ലൈ ചെയ്യാൻ, അത് ഒബേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് വേണം നടത്താൻ. ഇങ്ങനെ സ്ലോ ആയിട്ട് നടത്തുന്ന പ്രോസസ്സിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഇതെപ്പോഴും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിനടുത്ത് നിൽക്കും. അപ്പോൾ in a quasi-static process, a system is always infinitesimally close to a state of thermodynamic equilibrium. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഒരു പ്രോസസ്സ് നടത്താൻ പാടില്ല. പല പ്രശ്നങ്ങൾ അതിനകത്ത്, ടർബുലൻസ് ഗ്യാസ് വരും, അത് പ്രശ്നമാണ്. അപ്പോൾ ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവും. പിന്നെ അതുകൂടാതെ പിസ്റ്റണും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിക്ഷനും ഒക്കെ കയറി വരും, കാര്യമായിട്ട് അതൊക്കെ പ്രശ്നമാകും. അപ്പോൾ എപ്പോഴും ക്വാസി സ്റ്റാറ്റിക്കായിട്ട് പ്രോസസ്സുകളെല്ലാം നടത്താവും. അടുത്തത് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്താണെന്ന് അറിയണം. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റമാണ് നമ്മുടെ ലോവർ തെർമോഡൈനാമിക്സിലെല്ലാം ഉപയോഗിക്കുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ യൂണിഫോമായിട്ട് സറൗണ്ടിങ്സിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുക. അവിടെ മറ്റ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ്, സർഫസ് ടെൻഷൻ പോലുള്ള ഇതൊന്നും അവിടെ കയറി വരാൻ പാടില്ല. അപ്പോൾ സിസ്റ്റത്തിനകത്ത് പ്രഷർ യൂണിഫോം ആയിരിക്കണം. ഈ പ്രഷർ വേണം സറൗണ്ടിങ്സിലേക്ക് ഇത് ചെലുത്താൻ. അങ്ങനെ ചെലുത്തുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ, സാധാരണ ഗ്യാസൊക്കെ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റമാണ്, നമ്മളതാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ any system of constant mass that exerts a uniform hydrostatic pressure on the surroundings in the absence of effects such as gravitational, electric, magnetic and surface is called a hydrostatic system. ഇനി നമുക്ക് ഈ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ
സിമ്പിളായിട്ടുള്ളൊരു 4 പ്രോസസ്സുണ്ട്, നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അത് ഐസോതേർമൽ പ്രോസസ്, അഡാബാറ്റിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ആൻഡ് ഐസോബാറിക് പ്രോസസ്. അത് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രവും ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിൽ അതിൻ്റെ ഇക്വേഷൻസും ഒന്ന് കാണാം. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഐസോകോറിക് പ്രോസസ്. കോർ മീൻസ് വോളിയം. Isocoric constant volume process. Any process during which volume of the system is kept constant is called an isocoric process. അത് ഐഡിയൽ ഗ്യാസ് നമ്മൾ സാധാരണ തിയറിയിലൊക്കെ ചർച്ചയ്ക്ക് തെർമോഡൈനാമിക്സിലെടുക്കുക. അങ്ങനെ ഐഡിയൽ ഗ്യാസ് മോഡലായിട്ട് എടുക്കുമ്പോൾ ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ P/T ഈസ് എ കോൺസ്റ്റൻ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഗ്യാസ് ഇക്വേഷൻ P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രഷർ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അത് കാണാം. ഈ ഡയഗ്രത്തിന് ഐസോകോർ എന്നാണ് പറയുക. I എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റ്, F എന്ന് പറഞ്ഞ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ പ്രഷർ മാറും, പക്ഷേ വോളിയം മാറില്ല. പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ മാറും. അത് മാറുന്നത് ഈക്വേഷൻ അനുസരിച്ച്. P/T ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ Pi/Ti ഈക്വൽസ് Pf/Tf. അടുത്ത പ്രോസസ് ഐസോബാറിക് പ്രോസസ്. പ്രോസസ് ഡ്യൂറിങ് വിച്ച് പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ഗ്യാസിനാകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം പ്രഷർ ആക്സിസ് വോളിയം ആക്സിസിന് പാരലായിരിക്കും. പ്രഷർ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് ഐസോബാർ. I ഈസ് ഇനിഷ്യൽ സ്റ്റേറ്റ്, F ഈസ് ദി ഫൈനൽ സ്റ്റേറ്റ്, വോളിയം Vi ഇനിഷ്യൽ വോളിയം, ഫൈനൽ വോളിയം Vf. ഗ്യാസ് ഇക്വേഷൻ Vi/Ti ഈക്വൽസ് Vf/Tf. അടുത്ത ഐസോതേർമൽ പ്രോസസ്. ഡയഗ്രത്തിൻ്റെ പേര് ഐസോബാർ. അടുത്ത ഐസോതേർമൽ പ്രോസസ്, എനി പ്രോസസ് ഡ്യൂറിങ് വിച്ച് ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഗ്യാസ് ഇക്വേഷൻ T കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബോയിൽസിലാണല്ലോ വരേണ്ട. PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിപ്പോൾ XY ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള ഫോം റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഡയഗ്രം ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇൻ ഐസോതേം എന്ന പേര് പറയുക. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ Pi/Vi ഈക്വൽസ് Pf/Vf. ഇനി അടുത്ത നാലാമത്തേത് അഡാബാറ്റിക് പ്രോസസ്സാണ്. ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള സിമ്പിൾ ടോപ്പിക്സ്. Any process performed on a system which is isolated from the surroundings by adiabatic walls. അതായത് എൻവയൺമെൻറ്റിൽ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് സിസ്റ്റത്തിലോട്ട് കടക്കുകയോ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ എനർജി എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാതെ എന്ത് പ്രോസസ്സ് നടന്നാലും അതെല്ലാം അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ PV/Γ ഈസ് എ കോൺസ്റ്റൻറ്റ് വേർ ഗാമ ഈസ് റേഷ്യോ സ്പെസിഫിക് CP/CV. ഈ ഇക്വേഷനൊക്കെ ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. +1 പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അവിടെ പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മേയേഴ്സ് റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കില്ല. അത് അവിടെ നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് വർക്ക് ഡൺ. ഇവിടെ വർക്ക് ഹീറ്റ് ഒക്കെ ആണെന്നല്ലോ തെർമോഡൈനാമിക്സ് വരുന്നത്. നമുക്കറിയാം വർക്ക് dx ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലൊരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ, മോഷൻ നടക്കുമ്പോഴാണല്ലോ വർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ F എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ dx എന്ന് പറഞ്ഞൊരു ചെറിയ ദൂരം ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നാൽ ഇൻക്രിമെൻ്റൽ വർക്ക് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വർക്ക്, സ്മോൾ എലമെൻറ്റ് ഓഫ് വർക്ക് dW ഈക്വൽസ് F/dx. അവിടെ ഒരു ബാറ് കൊടുത്തിട്ടുണ്ട് dW എഴുതുന്നതിന്. അതിന് കാരണം ഇത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയും. ഒറ്റയടിക്ക് നമുക്കിതിന് ടോട്ടൽ വർക്ക് കാണാൻ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വേണ്ടത്. പക്ഷേ
മിക്ക കേസിലും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചില കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആകേണ്ടി വരും. ഇപ്പോൾ ജനറലായിട്ട് വർക്ക് തെർമോഡൈനാമിക്സ് വരുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കാത്ത അവസ്ഥയിലായിരിക്കാം. അതുകൊണ്ട് അതിന് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്നാണ് പറയുക. അതെപ്പോഴാണ് അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാൻ പോവാം. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ, പി ഇൻറ്റു എ. അപ്പോൾ വർക്ക് ഇൻക്രിമെൻ്റൽ വർക്ക് അല്ലെ ഡിഫറൻഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു ഈക്വൽസ് പി എ ഡി എക്സ്. ഏരിയ ഇൻറ്റു ഡി എക്സ്, എ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വോളിയമാണ്. ഏരിയ ഇൻറ്റു ലെങ്ത്, അത് നമുക്ക് ഡി വി എന്ന് എഴുതാം. ചുരുക്കത്തിൽ ഡി ഡബ്ല്യു ഈക്വൽസ് പി ഡി വി. ദിസ് ഈസ് ദി വർക്ക് ഡൺ by a hydrostatic system such as gas. A total work as a system is moved from initial state to a final state is given by integral dw. Integrate ഇവിടെ ഇപ്പോൾ പി ഡി വി, ഇൻ്റഗ്രൽ പി ഡി വി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രഷറും മസ്റ്റ് ബി എ ഫങ്ഷൻ ഓഫ് വോളിയം. അതായത് പ്രഷറിനെ നമുക്ക് വോളിയം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. അതിപ്പോൾ പറ്റുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐസോതേർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽസ് ആർ ടി എന്നാണ്. അവിടെ ടി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ പി ഈക്വൽസ് ആർ ടി ബൈ വി എന്നിവരോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി മാത്രമേ വേരിയബിളായിട്ട് വരത്തുള്ളൂ. നമുക്കിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡി ഡബ്ല്യു എന്നുള്ള കട്ട് എടുത്ത് കളയാം, വെറുതെ ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതിന് എലമെൻറ്റിനെ നമ്മൾ ഡി ഡബ്ല്യു എന്ന് പറയുക, ഡിഫറൻഷ്യലിനെ. അതിനെയാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുക. ഇതിപ്പോൾ എക്സാക്റ്റ് ഡിഫറൻഷ്യലായി. അപ്പോൾ എക്സാക്റ്റ് വർക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആകണമെങ്കിൽ പ്രഷർ വോളിയുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്ന ഇക്വേഷൻ ഉണ്ടാവണം. അത് നമുക്ക് പടയാവാറ്റ് കേസിലൊക്കെ ഉണ്ട്. പി വി റേസ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഇത് എക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വയ്യായെങ്കിൽ അതിന് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്നാണ് വിളിക്കുക. അപ്പോൾ അതാണ് വർക്കിൻ്റെ കേസ്. ഇനി നമുക്ക് വർക്ക് ഡിപ്പെൻസ് ഓൺ പാത്ത്. പാത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ പി വി ഗ്രാഫ് ഈ പാത്ത് എന്ന് പറയുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ഒരു പല പ്രോസസ്സിൽ കൂടെ നമ്മൾ മാറ്റും. ഈ പ്രോസസ്സിനെ പാത്ത് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ്. പ്രോസസ്സ് ഏതാണോ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. അതാണ് പാത്ത്. വർക്ക് ഈസ് പാത്ത് ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. അതൊന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഐ, ഫൈനൽ സ്റ്റേറ്റ് എഫ്. ഐയിൽ നിന്ന് എഫിലേക്ക് കൊണ്ടുവരാൻ ഒരു മെത്തേഡ് ഐ എ എഫ്. അതായത് ആദ്യം ഒരു ഐസോബാറിക് പ്രോസസ്, പിന്നെ ഐസോകോറിക് പ്രോസസ്. എഫ് ഐ എ ഐസോബാറിക്, എഫ് ഐസോകോറിക്. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ പി ഡി വി ആണ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഐ എ എഫ് ഈ പാത്തിൽ കൂടെ സിസ്റ്റത്തിനെ ഐയിൽ നിന്ന് എഫിലേക്ക് സ്റ്റേറ്റ് മാറ്റിയാൽ വർക്ക് എന്ന് പറയുന്ന ആ ഗ്രാഫിൻ്റെ ഏരിയ, ദറ്റ് ഈസ് ദിസ് മച്ച് ഏരിയ. ഈ ഗ്രാഫ് ഐ എ എഫിൻ്റെ താഴെയുള്ള ഏരിയ അത് പറയുമ്പോൾ ദിസ് ഇൻറ്റു ദിസ്, നീളം ഗുണം വീതി. നീളം എന്ന് പറയുമ്പോൾ 2PO P0, ദിസ് ഈസ് 2P0 ഇൻറ്റു ദിസ് ഈസ് 2V0 മൈനസ് V0. ചുരുക്കത്തിൽ W വർക്ക് അലോങ് ദി പാത്ത് IAF ഈക്വൽസ് 2P0 V0. ഇനി ഇതേ സ്റ്റേറ്റ് ചേഞ്ച് മറ്റൊരു രീതിയിൽ ആക്കാം. IBF, ആദ്യം ഒരു ഐസോകോറിക് പ്രോസസ്, പിന്നെ ഒരു ഐസോബാറിക് പ്രോസസ്. ഇപ്പോൾ വർക്കെന്ന് പറഞ്ഞാൽ BFന് താഴെയുള്ള ഏരിയ, ദാറ്റ് ഈസ് WIBF ഈക്വൽസ് P0 V0. അത് രണ്ട് ഡിഫറൻറ്റാണ്.
മറ്റൊരു പാത്തിൽ കൂടെ കൊണ്ടുവരിക നേരിട്ട് I to F. അപ്പോൾ വർക്കെന്ന് പറയുന്നത് ആ IF താഴെയുള്ള ഏരിയ. അവിടെ ഇപ്പോൾ റെക്റ്റാങ്കിളും ഉണ്ട്, ഈ റെക്റ്റാങ്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട്. രണ്ടിനെയും കൂടെ സം എടുത്താൽ മതിയല്ലോ. അപ്പോൾ WIF ഈക്വൽസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ P0 ഇൻറ്റു V0 പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഹാഫ് P0 V0. ദാറ്റ് ഈസ് 3/2 P0 V0. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കണ്ടത് എന്താ, ഈ 3 പാത്ത് തിരഞ്ഞെടുത്തപ്പം വർക്ക് ഡിഫറൻറ്റാണ്. അപ്പോൾ ചുരുക്കത്തിൽ WIAF ഡിഫറെൻറ്റ് ഫ്രം WIBF ഡിഫറെൻറ്റ് ഫ്രം WIF, which means work is path dependent or work depends on path or work is a path function. അതിൻ്റെ പ്രൂഫാണ് ഈ കണ്ടത്. ഇടയ്ക്ക് +1 ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രോബ്ലംസ് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അത് വരും, അത് നോക്കുക. വി വിൽ കണ്ടിന്യൂ ദിസ് പാസ്റ്റിങ്സ് at a regular intervals. Thank you.